അപ്പോൾ സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ഇൻ ബ്രീഫ് അബൌട്ട് ദ ഫോളോയിങ് റെഗുലേറ്ററി ബോഡീസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഓഫ് ദ ഗവൺമെൻറ് ആണ്, ദ സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ അതിൽ മിനിസ്ട്രീനെ പറ്റി പഠിക്കണം, അതുപോലെ തന്നെ റെഗുലേറ്ററി ബോഡീസിനെ പറ്റിയിട്ടും പഠിക്കണം. അപ്പോൾ മിനിസ്ട്രീസ് 4 ഉള്ളത് എന്നറിയാം അല്ലേ. അതുപോലെ തന്നെ റെഗുലേറ്ററി ബോഡീസ് 3 ഉള്ളത്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായാലും 6 മാർക്ക് എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ശരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വരിക. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് 2 മാർക്ക്, അതിൻ്റെ എക്സ്പ്ലനേഷന് 2 മാർക്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സ്പ്ലനേഷന് 2 മാർക്ക്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യയുടെ എക്സ്പ്ലനേഷന് 2 മാർക്സ്. അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിന്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം പഠിച്ചോ, വളരെ സിമ്പിളും കൂടിയാണിത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. സെബി എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെഗുലേറ്ററി ബോഡിയാണ്. എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും എല്ലാവിധ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യനെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE BSE ഒക്കെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പം അതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. അപ്പോൾ അത് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വൻ മാൽ പ്രാക്ടീസസ് നടക്കും, ഭയങ്കര ഫ്രോഡ് സംഭവിക്കും. അതുപോലെ തന്നെ ബ്രോക്കേഴ്സും കമ്മീഷൻ വാങ്ങുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് അതായത് ഭയങ്കരമായിട്ട് ഈ ഇൻവെസ്റ്റേഴ്സിനെ ഭയങ്കരമായിട്ട് പിഴിയും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഫസ്റ്റത്തെ ഇതിലാകെ 4 പോയിൻറ്റ്സേ ഉള്ളൂ. ഇസ് ദ റെഗുലേറ്ററി ബോഡി, എന്തുട്ട പോയിൻറ്റ്, ഇസ് ദ റെഗുലേറ്ററി ബോഡി എന്നാണ് ഫസ്റ്റത്തെ പോയിന്റ്. അത്രേ ഉള്ളൂ, ഇസ് ദ റെഗുലേറ്ററി ബോഡി. എന്നിട്ട് പറയാണ് ഫോർ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഈ റെഗുലേറ്ററി ബോഡി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ. സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എന്നെ നമ്മൾ പറയുമല്ലോ, സെക്യൂരിറ്റീസ് എന്നും പറയാമല്ലോ, ബോണ്ട് കാര്യങ്ങളൊക്കെ. അതിനും പിന്നെ കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യനെയും. കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കമ്മോഡിറ്റികൾ, ഗുഡ്സ്, അതിനെയും എന്ത് ചെയ്യുന്നുണ്ട്, സെബി ഭരിക്കുന്നുണ്ട്, ഗവേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ. സോ അതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ റെഗുലേറ്ററി ബോഡിയാണ് സെബി, അണ്ടർ ദി ഓണർഷിപ്പ് ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് വിത്തിൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സോ ഈ സെബി ആരുടെ അണ്ടറിലാണ്? അണ്ടർ ദി ഓണർഷിപ്പ്, ആരാണ് ഇതിനെ ഓൺ ചെയ്യുന്നത് എന്നറിയോ? അണ്ടർ ദി ഓണർഷിപ്പ് ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് വിത്തിൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സോ വിത്തിൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉള്ളിലുള്ള നമ്മളെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഓണർഷിപ്പിലാണ് ആരിയ്ക്കുന്നത്? സെബി ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ അണ്ടർ ദി ഓണർഷിപ്പ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് വിത്തിൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. And it was established on 12 April 1988 as an executive body and was given statutory powers on 30th of January 1992 through the SEBI Act 1992. So, ഒന്നുമില്ല, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 12 April 1988. അതായത് ഇതെപ്പോഴാണ് നിലവിൽ വന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് 12 April 1988. അതായത് 12 April 1988 ഇത് വന്നത്. ഓക്കെ, ആസ് എൻ എക്സിക്യൂട്ടീവ് ബോഡി. എന്തായിട്ടാണ് വന്നത്? എക്സിക്യൂട്ടീവ് ബോഡി ആയിട്ടാണ് വന്നത്. അതായത് സെക്യൂരിറ്റീസിനെയും കമ്മോഡിറ്റീസിനെയൊക്കെ നോക്കി നടത്തുന്നത് സെബിയാണ്. ആൻഡ് വാസ് ഗിവൺ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഓൺ 30th of January. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് കൊടുത്തത്, സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ആക്ട് ആയിട്ട് മാറിയത്. ഞാൻ പറഞ്ഞു സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ദ ലോ പാസ്ഡ് ഇൻ ദ പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതായത് നിയമസഭയിലും അതുപോലെ തന്നെ പാർലമെൻറ്റിലും ഒക്കെ പാസ് ചെയ്ത ലോൻ്റെ പേരാണ്, നിയമസഭയിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിലോ പാസ് ചെയ്ത ലോനെയാണ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയാം. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് ആക്റ്റായിട്ട് നമ്മൾ അംഗീകരിച്ചത് എപ്പോഴാണെന്നറിയോ? 30th of January 1992. ഈ ഒരു ഡേറ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 30th of January 1992 ത്രൂ ദ സെബി ആക്ട് 1992 ആണ്. സോ 1992 മറക്കരുത്, 1992. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ത്രൂ ദ സെബി ആക്ട് 1992. അപ്പോൾ 19 നമ്മൾ എന്താ പറയുക? 90 എന്ന് പറയും. 90 90 എന്നാണ് പറയാം. ഓക്കെ, തെറ്റിക്കരുത്. സോ 1992 ത്രൂ ദ സെബി ആക്ട് 1992. അതെങ്ങനെയാണ്? സ്റ്റാറ്റ്യൂട്ടറി പവർ എന്ന് പറഞ്ഞാൽ അതിനെ ആക്ട് ആക്കി മാറ്റുക എന്നാണ് അർത്ഥം. സോ ദ സെബി ആക്ട് 1992. അപ്പോൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തേ. സോ ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇസ് ദ റെഗുലേറ്ററി ബോഡി ഫോർ സെക്യൂരിറ്റീസ് ആൻഡ് എന്തിനാണ് ഈ റെഗുലേറ്ററി ബോഡി? ഫോർ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇനി അതിനുശേഷം അണ്ടർ ദി ഓണർഷിപ്പ് ഓഫ്, ഇത് എന്തിൻ്റെ കീഴിലാണുള്ളത്? അണ്ടർ ദി ഓണർഷിപ്പ് ഓഫ് ദി മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, അണ്ടർ ദി ഓണർഷിപ്പ് ഓഫ് ദി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് വിത്തിൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 12 April 1988 as an executive body and was given statutory powers on 30th of January 1992 through the SEBI Act 1992.
വൺസ് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 12 April 1988 ആണ് 88 മറക്കരുത് 1988 ആസ് എൻ എക്സിക്യൂട്ടീവ് ബോഡി ആൻഡ് വാസ് ഗിവൻ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഓൺ 30th of January 1992 ത്രൂ ദ സെബി ആക്ട് 1992. ഇത്രേ ഉള്ളൂ സംഭവം. To repeat after me, ഇപ്പോൾ ഞാൻ കാണാണ്ട് പറഞ്ഞിട്ടെ. So the Securities and Exchange Board of India is a regulatory body for the securities and commodity market in India. It was established on 12 April 1988 as an executive body and was given statutory powers on 30th of January 1992 through the SEBI Act 1992. ഇത്രേ ഉള്ളൂ. എപ്പോഴും ആക്ട് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് ആ ഡേറ്റ് ഇടണം എന്നുള്ളത് മസ്റ്റാണ്. ഓക്കെ, ഡേറ്റ് ഇൻ ദ സെൻസ് ആ ഇയർ മെൻഷൻ ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ് കേട്ടോ. അശ്വടാ, നമ്മളൊരു പോയിന്റ് വിട്ടുപോയില്ലേ. എന്തായിരുന്നു? അണ്ടർ ദി ഓണർഷിപ്പ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് within the government of India. Okay, അത്രേ ഉള്ളൂ. അണ്ടർ ദി ഓണർഷിപ്പ് ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ദാറ്റ് ഈസ് വിത്തിൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇനി സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയാം. സെക്കൻഡ് ലാസ്റ്റ് റെഗുലേറ്ററി ബോഡിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ RBI ആണ്. എപ്പോഴും നമ്മൾ RBIനെ പറ്റി പഠിക്കില്ലേ. 11th പഠിച്ചിരുന്നു, 12th പഠിച്ചിരുന്നു, സ്മോൾ ക്ലാസ്സസിൽ പഠിച്ചിരുന്നു. പക്ഷേ ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് RBIനെ പറ്റിയിട്ട് നല്ല രീതിയിൽ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോഴാണ് നമ്മളത് മറന്നു പോകാണ്ട് നമ്മൾ പഠിക്കണം. ദിസ് ഈസ് ഫൗണ്ടേഷൻ ലെവൽ. സോ ദാറ്റ് യു ഹാവ് ടു ഗിവ് പ്രയോറിറ്റി ടു ഓൾ ദ ടോപ്പിക്സ് because this is your foundation. If your foundation is unshakable, then your going to be in next level knowledge. You will have a next level knowledge. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പം ഈ RBI ഈസ് ഇന്ത്യ സെൻട്രൽ ബാങ്ക്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് RBI. സെൻട്രൽ ബാങ്കിൻ്റെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? അപ്പെക്സ് ബാങ്ക് ഏതാണ്? RBI ആണ്. സോ ഇന്ത്യ സെൻട്രൽ ബാങ്ക് ICB ആണ്, ചിക്കൻ ബിരിയാണി അല്ല, സെൻട്രൽ ബാങ്ക് ആണ്. ഓക്കെ, സോ ഈസ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ആൻഡ് റെഗുലേറ്ററി ബോഡി റെസ്പോൺസിബിൾ. അപ്പോൾ അടുത്തതാണ് റെഗുലേറ്ററി ബോഡി. നമ്മൾ നേരത്തെ സെബീനെ പറഞ്ഞു ഇറ്റ് ഈസ് എ റെഗുലേറ്ററി ബോഡി. അതുപോലെ തന്നെ ഇതും റെഗുലേറ്ററി ബോഡിയാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു റെഗുലേറ്ററി എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിൽ റെഗുലേറ്ററി ബോഡീസിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. അതിലൊന്ന് സെബി, രണ്ടാമത്തത് RBI. അപ്പോൾ അത് റെഗുലേറ്ററി ബോഡിയാണ്. ഇത് എന്തിനാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? റെസ്പോൺസിബിൾ ഫോർ റെഗുലേഷൻ ഓഫ് ദ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. ഇത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഫോർ റെഗുലേഷൻ. എന്തിനാണിത്? ഇതെന്ത് ഉത്തരവാദിത്വമാണ് ഈ RBIക്ക് ഉള്ളത്? RBI എന്ത് കാര്യത്തിനാണ് റെസ്പോൺസിബിൾ, അക്കൗണ്ടബിൾ ആവേണ്ടത്? ഫോർ ദ റെഗുലേഷൻ. വീണ്ടും ഇതന്നെ നിയന്ത്രണമാണ് RBI ചെയ്യുന്നത്. റെഗുലേഷൻ ഓഫ് ദ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളും, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആവട്ടെ, SBI ആവട്ടെ, കനറ ആവട്ടെ, കാത്തലിക് ആവട്ടെ, അതുപോലെ തന്നെ എത്രയോ ആക്സിസ് ബാങ്ക് ആവട്ടെ, അങ്ങനെ പലതരം ബാങ്കുകളെല്ലാം ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം ഉണ്ടല്ലോ, എല്ലാ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെയും റെഗുലേഷൻ നോക്കി നടത്തിപ്പ് അല്ലെങ്കിൽ അവരെ ഭരിക്കുക എന്നുള്ളതാണ് RBIയുടെ ചുമതല. ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ. RBI ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റെഗുലേഷൻ ഓഫ് ദ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. സോ ഈസ് ഇന്ത്യാസ് ചിക്കൻ ബിരിയാണി ഈസ് ഇന്ത്യാസ് സെൻട്രൽ ബാങ്ക് ആൻഡ് റെഗുലേറ്ററി ബോഡി റെസ്പോൺസിബിൾ ഫോർ ദ റെഗുലേഷൻ ഓഫ് ദ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. Okay, coming to the second point, it is under the ownership of the Ministry of Finance within the Government of India. ഇത് നേരത്തെ അതേ പോയിന്റ് കോപ്പി പേസ്റ്റ്. സോ ഇറ്റ് ഈസ് അണ്ടർ ദി ഓണർഷിപ്പ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. അപ്പം ഈ റെഗുലേറ്ററി ബോഡീസ് എല്ലാതും ആരുടെ ഓണർഷിപ്പിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ ഓണർഷിപ്പിലാണ്. അപ്പോൾ അതിൻ്റെ ഹെഡ് ആരാണ്? നിർമ്മല സീതാരാംജിയാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ. വീണ്ടും എന്ത് ഉത്തരവാദിത്തമാണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുള്ളത്? ഓൾറെഡി ഒരു ഉത്തരവാദിത്തം പറഞ്ഞു. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റെഗുലേഷൻ ഓഫ് ദ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺട്രോൾ, ഇഷ്യൂ ആൻഡ് മെയിൻറ്റെയിനിങ് സപ്ലൈ ഓഫ് ദ ഇന്ത്യൻ റുപ്പി. അപ്പോൾ വീണ്ടും നമ്മൾ പറയാണ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ. ഇത് എന്തിനോടാണിത് റെസ്പോൺസിബിൾ ആവുന്നത്? റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളത്? അതായത് ഇതിൻ്റെ ഫങ്ഷൻസ് ആണ് മെയിൻലി പറയുന്നത് ഇവിടെ. സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺട്രോൾ. വീണ്ടും റെഗുലേഷൻ്റെ മറ്റൊരു പേരാണ് കൺട്രോൾ. അവരെ കൺട്രോൾ ചെയ്യുക ആൻഡ് ഇഷ്യൂ ചെയ്യുക, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യുക, സപ്ലൈ ചെയ്യുക, മെയിൻറ്റെയിനിങ് ദ സപ്ലൈ ഓഫ് ദ ഇന്ത്യൻ റുപ്പി IR അല്ലെങ്കിൽ INR, ഇന്ത്യൻ റുപ്പി ആയിട്ടുള്ള INRനെ കൺട്രോൾ ചെയ്യുന്നതും ഇഷ്യൂ ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ഇറക്കുന്നതും, മെയിൻറ്റെയിനിങ് സപ്ലൈ, മണി സപ്ലൈ രാജ്യത്ത്
ഇന്ത്യയിലെ മണി സപ്ലൈനൊക്കെ മെയിൻറ്റെയിനിങ് സപ്ലൈ ഒക്കെ ചെയ്യുന്നതിനും ഉത്തരവാദിത്തപ്പെട്ടത് ആരാണ്? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ആര്? RBI ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സോ RBI ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺട്രോൾ, ഇഷ്യൂ ആൻഡ് ആസ് വെൽ ആസ് മെയിൻറ്റെയിനിങ് ദ സപ്ലൈ ഓഫ് ദ ഇന്ത്യൻ റുപ്പി. ഓക്കെ, മെയിൻറ്റെയിനിങ് ദ സപ്ലൈ ഓഫ് ദ ഇന്ത്യൻ റുപ്പി, CIM, സിം. ഓക്കെ, CIM, സിം എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? കൺട്രോൾ, ഇഷ്യൂ, മെയിൻറ്റെയിനിങ്, സിമ്മാണ്. ഓക്കെ, ഇനി ഇറ്റ് ഓൾസോ മാനേജസ് ദ കൺട്രീസ് മെയിൻ പേയ്മെൻറ്റ് സിസ്റ്റം. ഇനി അതുകൂടാണ്ട് മൂന്നാമതൊരു റോളും കൂടി ഉണ്ട്. വെറുതെ അല്ല ഈ ബാങ്കിനെ നമ്മൾ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞത് അല്ലേ. ഇറ്റ് ഓൾസോ മാനേജസ് ദ കൺട്രീസ് മെയിൻ പേയ്മെൻറ്റ് സിസ്റ്റം. ഇതെന്തും കൂടെ ചെയ്യുന്നുണ്ട്? മാനേജറായിട്ട് പ്രവർത്തിക്കാനും കൂടെ ഉണ്ട്. ഇറ്റ് ഓൾസോ മാനേജസ് ദ കൺട്രീസ് മെയിൻ പേയ്മെൻറ്റ് സിസ്റ്റം. കൺട്രിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, പേ ചെയ്യാന്നുള്ള പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ആൻഡ് വർക്ക്സ് ടു പ്രൊമോട്ട് ഇറ്റ്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ കൺട്രിയുടെ മെയിൻ പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ആ പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുന്നതും അതേപോലെ തന്നെ അതിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക പുരോഗതി കൂടെ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് വർക്ക്സ് ടു പ്രൊമോട്ട് ഇറ്റ്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എന്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്? ഇതിൻ്റെ. ഇറ്റ് ഓൾസോ മാനേജസ് ദ കൺട്രീസ് മെയിൻ പേയ്മെൻറ്റ് സിസ്റ്റം ആൻഡ് വർക്ക്സ് ടു പ്രൊമോട്ട് ഇറ്റ്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് നമ്മൾ ഈ മെയിൻ പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടല്ലോ, ഇന്ത്യയുടെ മെയിൻ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഓൾസോ മാനേജസ് ദ കൺട്രീസ് മെയിൻ പേയ്മെൻറ്റ് സിസ്റ്റം. സ്മോൾ പേയ്മെൻറ്റ് സിസ്റ്റം ആണോ? അല്ല, മെയിൻ പേയ്മെൻറ്റ് സിസ്റ്റം. So it also manages the country's main payment system and works to promote its economic development. ആ ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇന്ത്യയുടെ ആ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ മെയിൻ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഈ എക്കണോമിക് ഡെവലപ്മെൻറ്റിന്, സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക്സ് ടു പ്രൊമോട്ട് ഇറ്റ്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇനി അടുത്തതാണ് നെക്സ്റ്റ് പോയിന്റ് നോക്കി. അപ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണോ ടീച്ചർ? ഇറ്റ് ഓൾസോ മാനേജസ് ദ കൺട്രീസ് മെയിൻ പേയ്മെൻറ്റ് സിസ്റ്റം ആൻഡ് വർക്ക്സ് ടു പ്രൊമോട്ട് ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ല, ഇറ്റ്സ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞേ. ആൻഡ് വർക്ക്സ് ടു promote its economic development. ഇപ്പോൾ works to promote its economic development. ഈ സെൻറ്റൻസ് നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. പ്രിയങ്ക ചോപ്ര works to promote women empowerment and equality. works to promote its economic development. ഇനി നെക്സ്റ്റ് ആണ്. അപ്പോൾ ഇത് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. നമ്മൾ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്യാനൊരു സിസ്റ്റമൊക്കെ ഇന്ത്യക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കേണ്ടത്. ഇനി ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ എന്ന് പറയും. അതാണ് BRBNM. അതായത് 5 ലെറ്റേഴ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. രണ്ട് ബികൾ നടുവിലായിട്ടൊരു ആറും കൂടി ഉണ്ട്. അപ്പം BRBNM, ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ. ഇപ്പോൾ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ ഓഫ് RBI. ഇതെന്താ? ഒരു സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ ഓഫ് RBI ആണ്. അതായത് RBI ഇങ്ങനെ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 3 ഫങ്ഷൻസ് ആയി നമ്മൾ പറയുന്നത്: റെഗുലേഷൻ, കൺട്രോള്, അതുപോലെ തന്നെ ലാസ്റ്റിൽ പറഞ്ഞത് മാനേജേഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇത്രയധികം ഫങ്ഷൻസ് ചെയ്യണമെങ്കിൽ അവരെ ഡിപ്പാർട്ട്മെൻ്റ് ആക്കി തിരിക്കേണ്ടി വരും. അപ്പോൾ അതുപോലത്തെ ഒരു സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ ഓഫ് RBI ആണ് ഈ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ. സോ ത്രൂ വിച്ച് ഇറ്റ് പ്രിൻസ് ആൻഡ് മിൻസ് ഇന്ത്യൻ കറൻസി നോട്ട്സ്. അപ്പോൾ ഇതുവഴി എന്താ ചെയ്യുക? ഈ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ വഴി ഇത് ത്രൂ വിച്ച് ഇറ്റ് പ്രിൻസ് ആൻഡ് മിൻസ് ഇന്ത്യൻ കറൻസി നോട്ട്. അതൊരു വൊക്കാബുലറി ആണ്, അല്ലെങ്കിൽ ഒരു ഫ്രേസാണ്. ഈ ഇറ്റ് പ്രിൻസ് ആൻഡ് മിൻസ് എന്ന് പറയും. ഇന്ത്യൻ കറൻസി നോട്ട്സ്, ഇന്ത്യയുടെ കറൻസി നോട്ട്സുകൾ, ഇന്ത്യൻ കറൻസി നോട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിൻറ്റും മിൻറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രിൻറ്റ് ചെയ്തിട്ടാണ് മിൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഒന്ന് പറഞ്ഞേ, INR-നെയാണ് ഈ ഇന്ത്യൻ കറൻസി നോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്? ഇൻ 2 ഓഫ് ഇറ്റ്സ് കറൻസി പ്രിൻറ്റിംഗ് പ്രൊസസ്സസ് ലൊക്കേറ്റഡ് ഇൻ നാഷിക് ആൻഡ് ദേവാസ്. ഇൻ 2 ഓഫ് ഇറ്റ്സ് കറൻസി പ്രിൻറ്റിംഗ് പ്രൊസസ്സിലാണ്. വെറും പ്രിൻറ്റിംഗ് പ്രസ് അല്ല, അത് കറൻസി പ്രിൻറ്റിംഗ് പ്രൊസസ്സാണ്. ലൊക്കേറ്റഡ് ഇൻ, എവിടെ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? Bharatiya Reserve Bank Note Mudran is a specialized division of RBI through which it prints and mints Indian currency notes. In 2 of its currency printing presses located in Nashik and Devas. So Nashik എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഇന്ത്യ ആണ്, ദേവാസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇന്ത്യ ആണ്, ബിക്കോസ് മധ്യപ്രദേശിലാണ്. സോ നാഷിക് ഇസ് വെസ്റ്റേൺ ഇന്ത്യ, മറ്റേതാണെങ്കിലോ സെൻട്രൽ ഇന്ത്യ, ദേവാസ്. അപ്പം എന്താ പറഞ്ഞത്? സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ ഓഫ് RBI ത്രൂ വിച്ച് ഇറ്റ് പ്രിൻസ് ആൻഡ് മീൻസ് ഇന്ത്യൻ കറൻസി നോട്ട്സ് ഇൻ 2 ഓഫ് ഇറ്റ്സ് കറൻസി പ്രിൻറ്റിംഗ് പ്രൊസസ്സസ് ലൊക്കേറ്റഡ് ഇൻ നാഷിക് ആൻഡ് ദേവാസ്. ഓക്കെ, നാഷിക് ഇസ് വെസ്റ്റേൺ ഇന്ത്യ ആൻഡ് ദേവാസ് ഇസ് ഇൻ സെൻട്രൽ ഇന്ത്യ. അപ്പോൾ കണ്ടോ, മധ്യപ്രദേശ് സെൻട്രലിലാണ്, അതാണ് ദേവാസ്. സെൻട്രൽ ഇന്ത്യ എന്ന് പറഞ്ഞത്. മഹാരാഷ്ട്ര കണ്ടോ വെസ്റ്റേൺ സൈഡിലാണ്, അതുകൊണ്ടാണ് വെസ്റ്റേൺ ഇന്ത്യ എന്ന് ആരാ പറഞ്ഞത്? നാഷിക്കിനെ പറഞ്ഞത്. നാഷിക് ഇസ് എ ഡിസ്ട്രിക്റ്റ്.
ഞാനിങ്ങനെ മാപ്പൊക്കെ വെച്ച് കാണിച്ചു തന്നാൽ റിമെമ്പറിങ് കപ്പാസിറ്റി കൂടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കിയാലോ. RBI എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ ആ പോയിന്റ് ഒന്ന് കാണാണ്ട് പറഞ്ഞില്ലല്ലോ. കാണാണ്ട് പറഞ്ഞ പോയിന്റ് ഞാൻ പറയട്ടെ. സോ എന്താ പറഞ്ഞത്, സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ ഓഫ് RBI എന്ന് പറഞ്ഞു. ആര്? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ ഓഫ് RBI through which it prints and mints Indian currency notes INR in two of its currency printing processes located in Nashik, Western India and Devas, Central India. ഇത് ഞാൻ കാണണ്ട പറഞ്ഞത് ബിക്കോസ് ഐ ക്യാൻ സി ഓൺലി ദിസ് പേജ്, മറ്റു പേജ് പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കിയാലോ. RBI എസ്റ്റാബ്ലിഷ്ഡ് ദ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മെയിൻ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ, കൺട്രീസ് മെയിൻ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഈ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉള്ള ഒരു ഫംഗ്ഷൻ, മൂന്നാമത്തെ ഫംഗ്ഷനായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ മാനേജും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഈ മെയിൻ പേയ്മെൻറ്റ് സിസ്റ്റത്തിന്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ RBI. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. RBI എസ്റ്റാബ്ലിഷ്ഡ് ദ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പേയ്മെൻറ്റ് കണ്ടോ, അപ്പോൾ പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യലാണ് മെയിൻ. അപ്പം RBI എന്താ എസ്റ്റാബ്ലിഷ് ചെയ്തത്? നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സോ ഒന്നുകൂടി പറഞ്ഞ, നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷനാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഉണ്ടാക്കിയത്. നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കൊണ്ടുവന്നത് എന്ന് പറയാം. എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡായിട്ട് പറയുകയാണെങ്കിൽ കൊണ്ടുവന്നത്, നിലവിൽ കൊണ്ടുവന്നത് ദ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് RBI കൊണ്ടുവന്നത്. വൺസ് അഗെയിൻ NPC, നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആസ് വൺ ഓഫ് ഇറ്റ്സ് സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ. എന്തായിട്ടാണ് കൊണ്ടുവന്നത്? ആസ് വൺ ഓഫ് ഇറ്റ്സ് സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ. അതിൻ്റെ ഒരു കുറേ സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ ഉണ്ട്. ഇപ്പോൾ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ പോലെ തന്നെ ഉള്ളൊരു സ്പെഷ്യലൈസ്ഡ് ഡിവിഷനാണ് ഇത്. അതുകൊണ്ടാണ് ആസ് വൺ ഓഫ് ഇറ്റ്സ് സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ ടു റെഗുലേറ്റ് ദ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ. എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? നിയന്ത്രിക്കാനാണ്. ബിക്കോസ് നമ്മൾ RBI എന്ന് പറഞ്ഞ റെഗുലേറ്ററി ബോഡിയാണ്. അപ്പം ഇത് എന്തിനാണ് കൊണ്ടുവന്നത്? ടു റെഗുലേറ്റ് ദ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ. സോ പേയ്മെൻറ്റും അതുപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്തെന്നാ പറയുക? സെറ്റിൽ ചെയ്യാമെന്ന് പറയാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ RBI മറ്റുള്ള IMF ഒക്കെ ഇല്ലേ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അവരിൽ നിന്നൊക്കെ നമ്മൾ കടം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കുക, തിരിച്ചു കൊടുക്കണ്ടേ. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എല്ലാതും നമ്മൾ ബോണ്ടൊക്കെ ആയിട്ട് ആൾക്കാരിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ റീപേയ്മെൻറ്റ് നടത്തണ്ടേ. അപ്പോൾ അതിനൊക്കെയാണ് ഈ സെറ്റിൽമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതെന്തിനാണ്? ടു റെഗുലേറ്റ് ദ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ഇൻ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആസ് വൺ ഓഫ് ഇറ്റ്സ് സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ ടു റെഗുലേറ്റ് ദ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ. അപ്പം RBI എസ്റ്റാബ്ലിഷ്ഡ് ദ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ടു റെഗുലേറ്റ് ദ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യ. Deposit Insurance and Credit Guarantee Corporation was established by RBI as one of its specialized division. ഇത് നമ്മൾ RBIൻ്റെ മൂന്നാമത്തെ സ്പെഷ്യലൈസ്ഡ് ഡിവിഷനാണ്. ആസ് വൺ ഓഫ് ഇറ്റ്സ് സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെൻറ്റൻസ് മറക്കാണ്ട് സൂക്ഷിച്ചോളി. സോ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ്, ഇത് കുറച്ച് ലോങ് വേർഡ് ആയതുകൊണ്ട് ഐ വിൽ ഗിവ് യു സം ടിപ്സ് ടു റിമെമ്പർ. സോ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ്, ഫസ്റ്റ് ഇതിന് D എന്ന് ഓർത്താൽ മതി. DI എന്ന് വെച്ചാൽ D ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി, CG. സോ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, CGC. ഓക്കെ, 2 സീയുടെ നടുവിലായിട്ട് ഒരു കുഞ്ഞ് G, CGC. ഓക്കെ, was established, DCGC, okay, was established by RBI as one of its specialized division for the purpose of providing insurance of deposit. അപ്പം D എന്നുള്ളത് തിരിച്ചിടണം, ID ആക്കണം കേട്ടോ. ID കാർഡ് അല്ല, ID. ഇൻഷുറൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഗ്യാരൻറ്റിയിങ് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ഗ്യാരൻറ്റിയിങ്, മറ്റോടത്ത് പറഞ്ഞത് ക്രെഡിറ്റ് ഗ്യാരൻറ്റി കോർപ്പറേഷൻ എന്നാണ് പേര്. അപ്പോൾ അതിന് വീണ്ടും റിവേഴ്സ് അടിച്ചിട്ട് ഗ്യാരൻറ്റിയിങ് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ഓൾ ഇന്ത്യൻ ബാങ്ക്സ്, to all Indian banks. അപ്പോൾ വൺസ് അഗെയിൻ പറഞ്ഞേ, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് guarantee corporation was established by the RBI as one of its specialized division for providing insurance of deposit and guaranteeing of credit facilities to all Indian banks. അത്രേ ഉള്ളൂ സംഭവം. For the purpose of providing ആണ് കേട്ടോ. For the purpose of providing insurance of deposit and guaranteeing of credit facilities to all Indian banks. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് വെച്ചിട്ടാണ് DCGC എന്നുള്ളത് ഓർത്താൽ മതി.
അപ്പം ഈ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ നമ്മൾ RBI തുടങ്ങിയാൽ എക്സെപ്റ്റ് റിസർവ് ബാങ്ക് നോട്ട് മുദ്രണില്ലേ, ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ, അതൊഴിച്ച് ബാക്കിയുള്ളതിനൊക്കത്തിൻ്റെ ലാസ്റ്റിൽ കോർപ്പറേഷൻ എന്നുണ്ടായിരിക്കും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഇവിടെ അത് പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് RBI ആണല്ലോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ കണ്ടില്ലേ, അതേപോലെ തന്നെയാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ആണ്, നിങ്ങൾക്ക് എന്തായാലും ക്രെഡിറ്റ് തരും, നിങ്ങൾക്ക് എന്തായാലും വായ്പ തരും. So, Deposit Insurance and Credit Guarantee Corporation was established by RBI as one of its specialized division. ഇതൊക്കെ എന്തൊരു സിമ്പിളാണ്, റിപ്പീറ്റേഷൻ ആണ്. ഫോർ ദ പേർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഇൻഷുറൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ്. ഇതെന്തിനാ? ഫോർ ദ പേർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഇൻഷുറൻസ് ഓഫ് ഡെപ്പോസിറ്റ്. ഫോർ ദ പേർപ്പസ്, എന്ത് പർപ്പസിനാണിത്? ഓഫ് പ്രൊവൈഡിങ് ഇൻഷുറൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ്. അതായത് ഇതിനൊരു പർപ്പസ് ഉണ്ട്. ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട വൊക്കാബുലറി ഏതാണ്? പ്രൊവൈഡിങ് ആണ്, കൊടുക്കലാണ്, പ്രൊവൈഡ് ചെയ്യലാണ്. 2 സീകളുടെ മിഡിലായിട്ട് ഒരു ജി. ഓക്കെ, 2 സീകളുടെ മിഡിലായിട്ട് ഒരു ജി, ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഓക്കെ, ഇനി അടുത്താണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ഈസ് ലൈക്ക് IBBI. is the regulator for overseeing insolvency proceeding. അപ്പം ഇതൊരു റെഗുലേറ്ററാണ്. സമ്മതിച്ചു, ബിക്കോസ് 3 ഇപ്പോൾ ഡിസ്കസ് ചെയ്ത 3ഉം റെഗുലേറ്ററാണ്. നിയന്ത്രിക്കുന്ന ബോഡീസാണ് റെഗുലേറ്ററി ബോഡീസ്. സോ ഈസ് ദ റെഗുലേറ്റർ ഫോർ ഓവർസീയിങ്, നോക്കി നടപ്പ്, അതായത് നോക്കി നടത്താൻ. എന്ത്? ഓവർസീയിങ് ഇൻസോൾവൻസി പ്രൊസീഡിങ്സ്. അതായത് ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പാപ്പരാവുക, അതായത് നമ്മുടെ ലയബിലിറ്റീസ് ആയിരിക്കും അസറ്റിനേക്കാളും കൂടുതൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അസറ്റൊക്കെ എത്ര വിറ്റ് പറിക്കാലും ഇനിയും കുറച്ചും കൂടെ ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാനുണ്ടാവുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ഒരു പേഴ്സൺ ഇൻസോൾവൻ്റ് ആവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സമയത്ത് ആ പേഴ്സൺ ആകെ ഷോക്കിലായിരിക്കും. ബിസിനസ്സൊക്കെ പോയല്ലോ, ഇനി ഇത്ര പേർക്ക് കടം കൊടുക്കണ്ടേ. ആ സമയത്ത് അവരെ സഹായിക്കുന്ന ഒരു ബോഡിയാണ് ഈ IBBI. കാരണം അവർക്ക് മണി കൊടുത്ത ലെൻഡേഴ്സും വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, വീടിൻ്റെ പുറത്ത് ആൾക്കാർ ക്യൂ നിന്ന് പ്രശ്നം ഉണ്ടാക്കണം. പക്ഷെ ഇപ്പോൾ ആസ് ഡെവലപ്ഡ് കൺട്രി ഒക്കെ ആവാൻ പോവല്ലേ ഇന്ത്യ. ഇപ്പോൾ ഡെവലപ്പിംഗ് ആണ്, പക്ഷെ ഡെവലപ്ഡ് ഒക്കെ ആവുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആൾക്കാർ ബിഹേവ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ നല്ലൊരു റെഗുലേറ്ററി ബോഡീനെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻസോൾവൻ്റ് ആയ ആളുടെ അസറ്റുകളെല്ലാതും വിൽക്കും. അപ്പോൾ അസറ്റിൽ നിന്ന് കിട്ടൂലേ, ഇൻസോൾവൻ്റ് ആയ ആളുടെ അസറ്റാണല്ലോ വിറ്റുക. അതുകൊണ്ടാണ് ഇൻസോൾവൻസി പ്രൊസീഡിങ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്നതിനെ പ്രൊസീഡിങ്സ് എന്നാണ് പറയാം. അപ്പോൾ ഇൻസോൾവൻ്റ് ആയ ആളുടെ അസറ്റ് വിറ്റപ്പോൾ കിട്ടിയ പൈസയാണ് ഇൻസോൾവൻസി പ്രൊസീഡിങ്സ്. അപ്പോൾ ആ പ്രൊസീഡിങ്സിനെ ഓവർസീയിങ് ചെയ്യാനും ആ കിട്ടിയ പ്രൊസീഡിങ്സ് അല്ലാതും ഈ ലയബിളായിട്ടുള്ള ഈ ഇൻസോൾവൻ്റ് ആയ പേഴ്സൺ ലയബിളായിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ കൊടുത്തിട്ട് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുക. ആര്? ഒരു പ്രൊഫഷണൽ, ഇൻസോൾവൻസി പ്രൊഫഷണൽ വന്നിട്ട് ഇതൊക്കെ ചെയ്ത് സെറ്റിൽ ചെയ്യും. അതാണ് ഈ IBBIയുടെ മെയിൻ ടാർഗറ്റ് അല്ലെങ്കിൽ പർപ്പസ്. അപ്പോൾ ആ പ്രൊസീഡിങ്സിനെ ഒന്ന് ഓവർസീ ചെയ്യാനും, പിന്നെ എൻറ്റിറ്റീസ് ലൈക്ക് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്, ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആൻഡ് ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് ഇൻ ഇന്ത്യ. സോ ഇവരെയും എന്ത് ചെയ്യാനും ഒന്ന് നോക്കി നടപ്പ് ചെയ്യുന്നതാണ് ഈ IBBI എന്ന് പറഞ്ഞാൽ. ഇൻസോൾവൻസി എന്ന് പറഞ്ഞാലും ഇൻസോൾവൻ്റായി എന്ന് പറഞ്ഞാലും ബാങ്ക്രപ്സി എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം ആണ്, ഈ പാപ്പരാവൽ തന്നെയാണ്. അപ്പം ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോർട്ടുകൾക്കൊക്കെ വർക്ക് ലോഡ് കൂടിയ സമയത്ത് എന്താ ചെയ്തതെന്ന് അറിയൂ? അവർ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഒരാളെ, അതായത് ഈ ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ള ഒരു ജഡ്ജ് ഉണ്ടാവുമല്ലോ, ഡിസ്ട്രിക്റ്റ് ജഡ്ജ് പറയും, ഡിസ്ട്രിക്റ്റ് കോർട്ടിൽ ജഡ്ജായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളോ അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ജഡ്ജിനെ മാത്രം എന്താക്കി മാറ്റും? ഒരാളുള്ള ഒരു മെമ്പറുള്ള ഒരു പ്രൊഫഷണൽ ഇതാക്കി മാറ്റും. എന്നിട്ട് ആൾക്ക് എന്ത് ചെയ്യും? ഈ ഇൻസോൾവൻ്റ് ആയ ആൾക്കാരെ വീട്ടിൽ പോയി ഇതുപോലെ അസറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ കൊടുക്കും. അപ്പോൾ അതാണ് ഈ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കോർട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ അതാണ് IPA എന്ന് പറയുന്നത്. പിന്നെ ഇൻസോൾവൻസി പ്രൊഫഷണൽസ് അത് സെപ്പറേറ്റ് ഉണ്ട്. ഇൻസോൾവൻസി പ്രൊഫഷണൽസ് അത് ഞാനിപ്പോൾ പറഞ്ഞതാണെന്ന് തോന്നുന്നു. ആൻഡ് ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് എന്ന് പറയും. എന്നാ പിടിച്ചു, ഞാൻ പറഞ്ഞതിൽ നല്ലത് ഇവർ പറഞ്ഞുതരും. Insolvency and Bankruptcy Code is likely to be tabled in Parliament next week. At the start of any insolvency, we need information about whether the borrower has truly defaulted, how much he has defaulted, who he has defaulted to. Now, to put together this information, the draft bill proposes the setting up of an information utility. To tell us a little bit more about what this information utility is and how the bankruptcy process will play out, we have with us Anirudh Burman, legal consultant at the National Institute of Public Finance and Policy. Thank you, Anirudh, for being here.
Let me begin by asking you, can you tell us a little bit more about what is an information utility? An information utility is a simple data storage entity. Its job is to collect information from various sources and store it in an electronic format in a safe and secure manner. കേട്ടോ, അതാണ്. അതായത് ഒരു സേഫ് ആൻഡ് സെക്യൂർ മാനറിൽ ഇലക്ട്രോണിക് ഫോമിൽ ഡാറ്റകളെല്ലാം കളക്ട് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ് ഈ പറഞ്ഞ ഇൻഫർമേഷൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പം എൻറ്റിറ്റീസ് ആയിട്ടുള്ള ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി, ഇൻസോൾവൻസി പ്രൊഫഷണൽസ്, ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് ഇൻ ഇന്ത്യ ഉണ്ട്. ഇവരൊക്കെ ഓവർസീ ചെയ്യുന്നത് ആരാണ്? IBBI ആണ്. സോ IBBI is the regulator for overseeing insolvency proceedings and entities like Insolvency Professional Agency, Insolvency Professionals and Information Utilities in India. Thurlo is the regulator for overseeing the insolvency proceedings and entities. IPA, IP and IU. ഇനി ഇത് എപ്പോഴാണ് നിലവിൽ വന്നത്? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1 October 2016 ആൻഡ് ഗിവൻ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ്. അപ്പം വന്നത് 1 October 2016 ആണെങ്കിൽ ഈ ആക്റ്റായിട്ട് അതിനെ നിയമിച്ചത്, സ്റ്റാറ്റ്യൂട്ടറി പവർ ഗിവൻ ചെയ്തത് ത്രൂ ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് വഴിയാണ് കൊടുത്തത്. ആക്ട് അല്ലെങ്കിൽ ഈ കോഡൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആക്റ്റും കോഡും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ടീച്ചർ ഇപ്പോൾ പറഞ്ഞുതരാം. ഈ രണ്ടും ഈ ലെജിസ്ലേറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അത് പാർലമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലി പാസ് ചെയ്യിക്കണമായിരിക്കും. പക്ഷേ ഈ കോഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ ആക്ട് സ്പെസിഫിക് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ഒരു പുതിയ ആക്ടിനെ അമെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ പണ്ടത്തെ ആക്ടിനെ റിപ്പൽ ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ ഒരു പുതിയൊരു നിയമം കൊണ്ടുവരാനൊക്കെ ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ കോഡ് എന്ന് പറഞ്ഞാൽ ഒരു വൈഡറായിട്ട് ഒരു സബ്ജക്റ്റ് മാറ്ററിനെ പറ്റി പറയുന്നതാണ് കോഡ് എന്ന് പറഞ്ഞാൽ. ആക്ട് ഒരു സ്പെസിഫിക് ആണ്, ഈ കോഡ് കുറച്ചും കൂടെ അധികം അതിനെ പറ്റിയിട്ട് എക്സ്പ്ലനേഷനൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പവേഴ്സ് ഗിവൻ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ത്രൂ ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് വഴിയാണ് കൊടുത്തത്, വിച്ച് വാസ് പാസ്ഡ് ബൈ ദ ലോക്സഭ ഓൺ 5th May 2016. സോ ഇത് എപ്പോഴാണ് പാസ് ചെയ്തത് ലോക്സഭ? എപ്പോഴും ഈ ലോക്സഭ ആണ് ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, ഒരു ലോ പാസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് രാജ്യസഭയിലേക്ക് പോവുക. അപ്പം ലോക്സഭ പാസ് ചെയ്തത് എന്താ? വിച്ച് വാസ് പാസ്ഡ് ബൈ ദ ലോക്സഭ എപ്പോഴാണ്? ഓൺ 5th May 2016. ഞാൻ പറഞ്ഞെന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മളെപ്പോഴും ഒരു ഡേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡേയുടെയോ മുമ്പിൽ, തേഴ്സ്ഡേ, ഫ്രൈഡേ, മൺഡേ, അതിൻ്റെ ഒക്കെ മുമ്പിൽ നമ്മളെപ്പോഴും ഓണാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 5th May 5th മുമ്പിൽ, ഡേറ്റിൻ്റെ മുമ്പിൽ ഓണാണ് യൂസ് ചെയ്യുക. പക്ഷേ ഒരു ഇയറിൻ്റെ മുമ്പിലാണെങ്കിൽ നമ്മളെപ്പോഴും ഇന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇൻ 2016. I was born in 2016. Were you born in ചോദിച്ചാൽ I was born in 2016. in 2016 എന്നല്ലേ പറയാം. പക്ഷെ നേരെ മറിച്ച് ഏതെങ്കിലും ഒരു ഡേറ്റ് ചോദിച്ചാൽ I have meeting on Monday എന്നാണ് പറയാം, അല്ലേ? our birthday celebration is conducted on 5th May 2016 എന്നല്ലേ പറയാം. സോ ആ ഡിഫറൻസ് മനസ്സിലാക്കുക. ഇയർ ആണെങ്കിൽ ഇന്ന്, പിന്നെ ഓണ് വെക്കുക, ഈ ഡേറ്റ് അതുപോലെ തന്നെ ഡേക്കുമാണ്. So 5th May 2016, അത്രയുള്ള സാധനം. So it was established on 1st October 2016 and given statutory powers through the insolvency and bankruptcy code. ത്രൂ ദ ആണ് കേട്ടോ, ത്രൂ ദ എന്ത് വഴിയാണ് അതങ്ങനെ വന്നത്. ആൻഡ് വിച്ച് വാസ് പാസ്ഡ് ബൈ ദ ലോക്സഭ ഓൺ 5th May 2016. അപ്പോൾ ഇവിടെ 5th May എൻ്റെ 5th May ഇപ്പോൾ എങ്ങനെ ഓർക്കാം നമ്മൾ? 5th May 2016, 5 May 2016 എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഓർക്കിട്ടോ. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1st October 2016 ആണ്. പക്ഷെ ഇത് ലോക്സഭയിൽ ഓൾറെഡി അപ്പോൾ പാസ്സായിട്ടുണ്ട് 5th May. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അപ്പം സോ ഇറ്റ് കവേഴ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്പനീസ് ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി, പാർട്ട്ണർഷിപ്പ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേംസ്. അപ്പോൾ ഇത് സിമ്പിളാണ്. ഇത് ആരൊക്കെയാണ് കവർ ചെയ്യാൻ നമുക്ക് അറിയണ്ടേ. സാധാരണ ഇൻഡിവിജ്വൽസിനെ കവർ ചെയ്യും, ഇൻഡിവിജ്വൽ ഇൻസോൾവൻ്റ് ആയ അത് കവർ ചെയ്യും. അതുപോലെ തന്നെ കമ്പനീസിനെ കവർ ചെയ്യും, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനെ കവർ ചെയ്യും, പാർട്ട്ണർഷിപ്പ് ഫേംസിനെ കവർ ചെയ്യും. ദ ന്യൂ കോഡ് വിൽ സ്പീഡ് അപ്പ് ദ റെസൊല്യൂഷൻ പ്രോസസ് ഫോർ സ്ട്രെസ്ഡ് അസറ്റ്സ് ഇൻ ദ കൺട്രി. ഫോർ ദ സ്ട്രെസ്ഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇൻസോൾവൻ്റ് ആയ ആളുടെ കയ്യിലുള്ള അസറ്റിന് എന്ന് പറഞ്ഞാൽ എന്താ, അതിപ്പോൾ വിൽക്കും, വേഗം വിറ്റിട്ട് മറ്റുള്ളവർ പൈസ കൊടുത്ത് ഒഴിവാക്കണ്ടേ. അപ്പോൾ അങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള അസറ്റ്സ് ഇൻ ദ കൺട്രിയുടെ ഈ റീസൊല്യൂഷൻ പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, അത് സ്പീഡപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ദ ന്യൂ കോഡ് വിൽ സ്പീഡപ്പ് ദ റെസൊല്യൂഷൻ, സ്പീഡപ്പ് ചെയ്യും, will speed up the resolution process for the stressed assets in the country. So once again repeat, it covers individuals, companies, limited liability partnership firms. The new code will speed up the resolution process for the stressed assets in the country. ഓക്കെ, ഇനി ഇത് എന്താണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്, എന്ത് ചെയ്യാനാണ് അത് മുതിരുന്നത്? ഇറ്റ് അറ്റംപ്റ്റ്
it attempts to simplify the process of insolvency and bankruptcy proceedings. It attempt to simplify ഒന്ന് സിമ്പിൾ ആക്കാനാണ്. സിംപ്ലിഫൈ ദ പ്രോസസ് ഓഫ് ഇൻസോൾവൻസി. അതായത് ഇങ്ങനെ ഒന്ന് പാപ്പരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഭയങ്കര ഹാർഡായിട്ടുള്ള തിങ്സ് ആയിരിക്കും നടക്കുക. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ആ ഒരു പ്രോസസ്സ് ഓഫ് ഇൻസോൾവൻസി ആൻഡ് ആ പ്രോസസ്സ് എന്നുള്ള വൊക്കാബുലറിയാണ് നമ്മൾ റിമെമ്പർ ചെയ്യേണ്ടത്. പ്രോസസ് ഓഫ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി പ്രൊസീഡിങ്സ്. ഓക്കെ, ബാങ്ക്രപ്സി പ്രൊസീഡിങ്സ്. ആ പ്രൊസീഡിങ്സിനെയാണ് നമ്മളൊന്ന് എന്ത് ചെയ്യുന്നത്, ആ പ്രോസസ് ഓഫ് ഇൻസോൾവൻസിനെയും അതുപോലെ തന്നെ ബാങ്ക്രപ്സി പ്രൊസീഡിങ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റാണ് ഇത് നടത്തുന്നത്. സോ പ്രോസസ് ഓഫ് ഇൻസോൾവൻസിനെയും അതുപോലെ തന്നെ ഈ ബാങ്ക്രപ്സി പ്രൊസീഡിങ്സിനെ, അത് കഴിഞ്ഞ് ഇൻസോൾവൻ്റ് ആയിക്കഴിഞ്ഞാൽ അസറ്റ് വെക്കുമ്പോൾ അവിടെ എന്താ പ്രൊസീഡിങ്സ് കിട്ടില്ല, പ്രൊസീഡിങ്സ് എന്ന് പറയും. അറ്റംപ്റ്റ് ടു സിംപ്ലിഫൈ ദ പ്രോസസ് ഓഫ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി പ്രൊസീഡിങ്സ്. ഇനി അപ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ, ഇറ്റ് അറ്റംപ്റ്റ് ടു സിംപ്ലിഫൈ ദ പ്രോസസ് ഓഫ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി പ്രൊസീഡിങ്സ്. ഇനി ഇറ്റ് ഹാൻഡിൽസ് ദ കേസസ്. ഇനി ഈ ഓരോ കേസുകളുണ്ടാവുമല്ലോ, ഒരാൾ ഇൻസോൾവൻ്റായി, ഒരു കമ്പനി ഇൻസോൾവൻ്റായി, ഒരു പാർട്ട്ണർഷിപ്പ് ഇൻസോൾവൻ്റായി. അപ്പം അങ്ങനത്തെ കേസുകളൊക്കെ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്, യൂസിങ് 2 ട്രിബ്യൂണൽസ് വഴിയാണ് ഇവർ ഈ കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ലൈക്ക് NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആൻഡ് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ. ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഈ മോർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊടുക്കലാണ്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഒരു അപ്രോച്ച് കൊടുക്കലാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ കോർട്ടിന് ഇങ്ങനെ ബേർഡൻ ആയിട്ട് വരുമ്പോൾ, കുറേ കേസുകൾ വരുമ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ബോഡീനെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ഡിവിഷൻ ആക്കിയിട്ട് എന്ത് ചെയ്യും, കോർട്ട് പവേഴ്സൊക്കെ കുറച്ച് ഒരാൾക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞ ജഡ്ജില്ലേ, ആൾക്ക് കൊടുക്കും. അതാണ് ഈ NCLT എന്ന് പറഞ്ഞത്. ഈ ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം കോസി ജുഡീഷ്യൽ ബോഡീസാണ് ടു റിസോൾവ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു, ഇറ്റ് ഹാൻഡിൽസ് ദ കേസസ് യൂസിങ് 2 ട്രിബ്യൂണൽസ് ലൈക്ക് NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആൻഡ് ദ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ. പെൻഡിങ് കേസസും ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസീസും കുറയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ട്രിബ്യൂണൽസ്. इन टुडेज एरा तेज और सस्ता न्याय एक बड़ी जरूरत बन चुका है. कोर्ट्स में पेंडिंग केसेस का बोझ बढ़ता ही जा रहा है और लिटिगेंट्स को सालों तक फैसले का इंतजार करना पड़ता है. इसी समस्या का हल है ट्राइब्यूनल्स, एक स्पेशलाइज्ड जुडिशियल बॉडी जो जल्दी और एक्सपर्ट बेस्ड जस्टिस डिलीवर करने के लिए बनाई गई है. इंडिया में ट्राइब्यूनल्स काफी इंपॉर्टेंट रोल प्ले करते हैं. टैक्स डिस्प्यूट से लेकर एनवायरमेंटल केसेस तक, कॉर्पोरेट मैटर्स से लेकर एडमिनिस्ट्रेटिव इश्यूज तक, हर जगह इनका इंटरवेंशन देखने को मिलता है. क्या ट्राइब्यूनल्स कोर्ट्स का ऑल्टरनेटिव है? क्या ये जुडिशरी का फ्यूचर बन सकते हैं? और सबसे बड़ा सवाल, क्या ये सच में तेजी से न्याय देने में सफल हो रहे हैं? हम देखते हैं कि 42nd अमेंडमेंट के बाद आर्टिकल 323A और 323B के थ्रू ट्राइब्यूनल्स को कॉन्स्टिट्यूशनल फ्रेमवर्क में शामिल किया गया और एडमिनिस्ट्रेटिव ट्राइब्यूनल्स एक्ट ऑफ 1985 ने इनकी स्थापना में मदद की. लेकिन आज भी എല്ലാം മനസ്സിലായില്ലേ? ആ സബ് ടൈറ്റിൽസ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത്ര തന്നെ. അപ്പോൾ ഇറ്റ് ഹാൻഡിൽസ് ദ കേസസ് യൂസിങ് 2 ട്രിബ്യൂണൽസ് ലൈക്ക് NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആൻഡ് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ. കണ്ടില്ലേ ചേച്ചി പറയുന്നത്? MNC അറിയില്ലേ, മൾട്ടിനാഷണൽ കമ്പനി, അതിൻ്റെ ആ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അങ്ങനെ ഓർത്താൽ മതി. ലോ ട്രിബ്യൂണൽ ആൻഡ് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ, ഇത് ഈ 2 ട്രിബ്യൂണൽസാണ് പ്രത്യേകമായിട്ട് കോർട്ടുകൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. അത് വളരെ യൂസ്ഫുള്ളാണ്. കുറേ കാലം പിടിക്കും ഒരു ഡിസിഷൻ കോർട്ടിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്, കാരണം കേസുകളൊക്കെ പെൻഡിങ്ങിലിട്ടിട്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ, ഇൻഎഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടി ട്രിബ്യൂണൽ ഉണ്ടാക്കിയത്. ഇനി ഒരു വട്ടം കൂടിയും ഈ IBBIനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. സോ എന്താണ് IBBIനെ കുറിച്ച് പറയാനുള്ളത്? ഈസ് എ റെഗുലേറ്ററി ബോഡി for overseeing the insolvency proceedings and പിന്നെ എന്തിനും കൂടിയായിരുന്നു, and entities like information utilities, അതുപോലെ തന്നെ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്, ഇൻസോൾവൻസി പ്രൊഫഷണൽസ്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, അടുത്ത പോയിന്റ്, it was established on 1st October 2016 and given statutory powers through the Insolvency and Bankruptcy Code, which was passed by the Lok Sabha on 5th May 2016. When it covers individuals, companies, limited liability partnership firms. The new code will speed up the resolution process for the stress tests in the country. പിന്നെ it attempt to simplify the process of insolvency and the bankruptcy proceedings. Yes.
ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ടാണ് പറഞ്ഞത്, കാണാണ്ട് പറയട്ടെ. ഇറ്റ് കവേഴ്സ് ഇൻഡിവിജ്വൽസ്, കമ്പനീസ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേംസ്. The new code will speed up the resolution process for the stressed assets in the country, and it attempted to simplify the process of insolvency and the bankruptcy proceedings. Okay, അപ്പോൾ പ്രോസസ്സ് എന്നുള്ള വൊക്കാബുലറി മറക്കരുത്. ഇറ്റ് ഹാൻഡിൽസ് ദ കേസസ് യൂസിങ് ആണോ, എന്തുപയോഗിച്ചിട്ടാണ് യൂസിങ് 2 tribunals. One is National Company Law Tribunal and Debt Recovery Tribunal. ഡെപ്റ്റ് എന്ത് ചെയ്യും, റിക്കവർ ചെയ്തിട്ട് കൊടുക്കും, അങ്ങനത്തെ ട്രിബ്യൂണൽസ്. ഇതിൻ്റെ ഓക്കെ റൈറ്റ്. ഇപ്പോൾ ഫസ്റ്റ് പഠിച്ചത് സെബീനെ പറ്റിയിട്ടായിരുന്നു, പിന്നെ പഠിച്ചത് RBIനെ പറ്റി പറഞ്ഞു, പിന്നെ പഠിച്ചത് നമ്മുടെ സ്വന്തം IBBI. അപ്പോൾ IBBIയുടെ ഫുൾ ഫോം എന്താ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ. പിന്നെ